ഹലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ ഹന്നു. ഇന്നൊരു അടിപൊളി മൂവിയാണ് കേട്ടോ. ഇത് 2 കുട്ടി തേവാങ്കുകളുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമാവും. ശരി വാ, നമുക്ക് ഡ്രാമയിലേക്ക് പോകാം. തുടക്കത്തിൽ തന്നെ നോക്കിയാൽ നമ്മുടെ കഥയിലെ ഹീറോയിൻ തായ്ലാൻഡിൽ ഒരു സ്ഥലത്ത് നിന്ന് നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്പൈ ആയാണ് ജോലി ചെയ്യുന്നത്, എന്നാൽ ഞാനൊരു വലിയ തെറ്റ് ചെയ്തു എന്ന് മനസ്സിൽ കാണുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇവൾ തായ്ലാൻഡിൽ ഒരാൾക്ക് സ്പൈ ആയും ജോലി ചെയ്യുന്നത്. അയാൾ പറഞ്ഞിട്ട് ഇവൾ ചൈനയിലേക്ക് പോയി അവിടെ മിസ്റ്റർ ഷീ എന്ന് പേരുള്ള ഒരു വലിയ ബിസിനസ്മാൻ ഉണ്ട്. അവൻ്റെ അടുത്ത് നിന്നൊരു പ്രോജക്റ്റ് അവൻ അറിയാതെ എടുത്തിട്ട് വരണം. അതിനുവേണ്ടി ഇവൻ്റെ ലവറായി അഭിനയിച്ച് അവനെ തെറ്റിദ്ധരിപ്പിച്ച് അവൻ്റെ കയ്യിൽ എടുത്തിട്ട് വരികയാണ്. എന്നാൽ ഈ വിഷയം അവൻക്കറിയില്ല. ഇപ്പോൾ ഇവൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ അഭിനയിക്കണമെന്നാണ് വിചാരിച്ചത്, എന്നാൽ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ബട്ട് ഇതോടെ എൻ്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവളുടെ ബോസിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. അത് കൊടുത്തിട്ട് ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് കിട്ടിയില്ലേ, ഇനി അവനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു, നമ്മളെ കൊണ്ട് ഒന്നാവാൻ കഴിയില്ല, അവിടുത്തെ ഒരു ജന്മമുണ്ടെങ്കിൽ കാണാം എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നു. സോ ഇപ്പോഴാണ് ഈ കഥ തുടങ്ങുന്നത്. അവൻ്റെ സീൻ കട്ട് ചെയ്ത് ഒരു 7 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര രസമായിട്ട് 2 കുട്ടി തേവാങ്കളും ഓടി വന്നിട്ട്, അയ്യോ നമ്മുടെ അമ്മയ്ക്ക് കുറച്ച് പോലും ബുദ്ധിയില്ലേ, എത്ര നാളായി നമ്മളൊരു അച്ഛനെ തേടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു അച്ഛനെ കണ്ടുപിടിച്ച് തന്നൂടെ, അതെത്ര സന്തോഷമുള്ള കാര്യമാണ് എന്ന് അവർ രണ്ടാരും സംസാരിച്ചിരിക്കുകയാണ്. ഇതിലൊരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേരാണ് ഷിൻ. പിന്നെ ഒരു ചെക്കനുണ്ട്, അവൻ്റെ പേരാണ് മിൻ. ഇപ്പോൾ ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഹീറോയിൻ നടന്നു വരികയാണ്. അമ്മ പ്ലീസ് അമ്മ, അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഞങ്ങൾക്കൊരു നല്ല അച്ഛനെ കൊണ്ടുവന്നിട്ടാ എന്ന് ഇവർ പറയുന്നു. ഹേയ്, ചെറിയ കുട്ടികളൊന്നും ഇങ്ങനൊന്നും സംസാരിക്കരുത്, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം, നിങ്ങളിപ്പോൾ സ്കൂളിലേക്ക് ടൈം ആയില്ലേ, ഞാനും പോവുകയാണേ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ അവർ രണ്ടാളും ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അമ്മ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ അവരുടെ പിന്നിൽ തന്നെ വേറൊരു കാർ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന്, വായോ, നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ബോസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, കൂട്ടിക്കൊണ്ട് പോകുന്നു. നമ്മുടെ ഹീറോയിനും ശരി വാ എന്ന് പറഞ്ഞു പോകുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ ചുറ്റുമുള്ള എല്ലാവരും അവളെ നോക്കുന്നു. ഓ, ഈ പെണ്ണിനെയാണോ നമ്മുടെ ബോസ് ഇത്രയും കാലം തേടിയിരുന്നത് എന്ന് പറഞ്ഞ് നോക്കുന്നു. ഹീറോയിൻ ഉള്ളിലേക്ക് പോയി നോക്കുന്നു. ആ വരുന്നത് ആരാണെന്നോ, നമ്മുടെ ഹീറോയിൻ 7 വർഷം മുന്നേ ഒരാളെ ലവ് ചെയ്ത് പറ്റിച്ചില്ലായിരുന്നോ, അവരാണ് വരുന്നത്, മിസ്റ്റർ ഷീ. അവർ ഹീറോയിനെ കണ്ട ഉടനെ, നീയോ, ആ കുഴപ്പമില്ല, എന്നെ വിട്ടു പോയി ഇപ്പോൾ 7 വർഷം കഴിഞ്ഞ് എന്നെ കാണാൻ വന്നിരിക്കുന്നു, നിനക്ക് ഭയങ്കര ധൈര്യമാണല്ലോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുന്നു. എന്ത് നിമ്മെന്നോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എൻ്റെ പേര് ഉഹായി എന്നാണ് എന്ന് പറയുന്നു. ഓഹോ, നീ എന്നോട് കളവ് പറയാൻ തുടങ്ങിയോ, ശരി ഇരിക്കെ സംസാരിക്കാം എന്നവൻ പറയുന്നു. ഇല്ല, നിങ്ങൾ തെറ്റായാണ് മനസ്സിലാക്കിയത്, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ഓ, നീ എന്നോട് കളവ് പറയണ്ട എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് കിസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിമ്മല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ബട്ട് ഹീറോ വിടുന്നേയില്ല. ഇങ്ങോട്ട് നോക്ക്, നീ നിമ്മാണ്, എനിക്ക് നന്നായിട്ട് അറിയും. ഇപ്പോൾ നീ സത്യം പറ, 7 വർഷം മുന്നേ നീ എന്തിനാ എന്നെ വിട്ട് പോയത്, സത്യം പറ എന്ന് പറഞ്ഞ് ഹീറോയിനെ ഹഗ് ചെയ്യുന്നു. മാറി നിൽക്ക്, ഞങ്ങളുടെ അമ്മയെ വിടെ എന്ന് പറഞ്ഞ് 2 കുട്ടികളും ഓടി വരുന്നു. ഇതാരാ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ ഷിൻഷിനില്ലേ, അവൾ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, ആ ഇതാണോ അച്ഛൻ, അമ്മ ഇതാണോ അച്ഛൻ എന്ന് ചോദിക്കുന്നു. അയ്യോ അല്ല, നീ വായ പൂട്ടി ഒന്ന് മിണ്ടാതിരിക്കോ എന്ന് ഹീറോയും പറഞ്ഞു. എന്ത് അച്ഛനോ, ഈ കുട്ടിയുടെ അച്ഛൻ ആരാണ്, നിന്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ഹീറോ ചോദിക്കുന്നു. അത് നിന്നോട് പറയേണ്ട കാര്യമില്ല, നീ നിന്റെ പണി നോക്ക് എന്ന് ഹീറോയും പറയുന്നു. നിങ്ങൾക്കെല്ലാം എത്ര വയസ്സായി എന്ന് കുട്ടികളോട് ചോദിക്കുന്നു. ഞങ്ങൾക്ക് 6 വയസ്സാകുന്നു എന്നവർ പറഞ്ഞു. എന്ത് 6 വയസ്സോ, എന്നാൽ നീ സത്യം പറ, ഇവരുടെ അച്ഛൻ ആരാണ് എന്ന് ഹീറോ ചോദിക്കുന്നു. അതൊന്നും നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല, ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി ആ കുട്ടികൾ അത് എൻ്റെതാവുമോ എന്ന് വിചാരിച്ച് അസിസ്റ്റന്റിനോട്, ഇങ്ങോട്ട് നോക്ക്, അവളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാ എന്ന് പറയുന്നു. ഞാൻ എന്താ പറയുക, അവളെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കൊന്നും അറിയില്ല, ബട്ട് ഈ സ്ഥലത്ത് വലിയൊരാളുണ്ട്, അവരുടെ മകളാണ് ഇവളുടെ പേര് ഉഹായ്, ഇവളുടെ കല്യാണം കഴിഞ്ഞോന്നറിയില്ല, ബട്ട് ഈ 2 കുട്ടികളെയും അവളാണ് നോക്കുന്നത്, അവൾക്ക് ഹസ്ബൻഡൊന്നുമില്ല, ഒരുപാട് കാലം US-ലായിരുന്നു, ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഇനി വേണമെങ്കിൽ അവരുടെ അച്ഛനെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഡൗട്ടായി, എന്താ ഇത്, ഇവൾക്ക് എന്താ പറ്റിയത്, എന്നെ അറിയാത്ത പോലെ നടക്കുന്നത്, പേര് വരെ മാറ്റി പറഞ്ഞിരിക്കുന്നു, ഇവൾ അഭിനയിക്കാണോ അതോ ഇവൾക്ക് വല്ല അൾഷിമേഴ്സും വന്നോ എന്ന് ഹീറോ മനസ്സിൽ വിചാരിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോയിൻ, അവൻക്ക് വട്ടാണോ, എന്നെ കണ്ട ഉടനെ ഏതോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു, അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോൾ വീട്ടിൽ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ആരാടാ ഈ നേരത്തെ എന്ന് പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ഹീറോ നിൽക്കുന്നു. അടാ നീയോ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ഹീറോയിൻ ചോദിച്ചു. ഒന്ന് മാറി നിൽക്കോ എന്ന് പറഞ്ഞ് ഹീറോ ഉള്ളിലേക്ക് കയറി വന്ന് ഹീറോയിൻ എടുത്തു വെച്ച വെള്ളം എടുത്ത് കുടിക്കുന്നു. അത് ഞാൻ കുടിക്കാൻ വെച്ച വെള്ളമാണ്, നീ എന്തിനാ എടുത്ത് കുടിക്കുന്നത്, പുറത്തു പോ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് പറയുന്നു.
എന്ത് പോലീസിനെ വിളിക്കുന്നോ? ഏയ് അഭിനയിക്കാതെ, നിനക്ക് എന്നെ അറിയില്ലേ? എനിക്കറിയില്ല. ഇങ്ങോട്ട് നോക്ക്, നീ എന്തെങ്കിലും എന്നെ ചെയ്താ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും എന്ന് ഹീറോയിൻ പറഞ്ഞു. അവിടെ നിൽക്ക്, ഇവിടെ തെറ്റ് ചെയ്ത നീയാണ്, ഞാനാണ് പോലീസിനെ വിളിക്കേണ്ടത്, ഒന്ന് മിണ്ടാതെ നിൽക്കോ എന്ന് ഹീറോ പറഞ്ഞു. എന്ത്, ഞാൻ തെറ്റ് ചെയ്തെന്നോ? എന്ത് തെറ്റ്? പ്രൂഫ് കാണിക്കേ എന്ന് ഹീറോയിൻ പറഞ്ഞു. അതിൽ പ്രൂഫ് ഒന്നുമില്ല, പക്ഷെ നീ തന്നെയാണ് നിം, എനിക്ക് നന്നായിട്ട് അറിയും, നീ എന്നെ അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്, അത് ഞാൻ പ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞ് ഷർട്ട് പിടിച്ച് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തെന്നറിയോ? അവൻ്റെ കൂടെ നിം എന്നുള്ളൊരു പെണ്ണില്ലായിരുന്നോ, അവളുടെ കഴുത്തിൽ ഒരു ടാറ്റോ ചെയ്തിട്ടുണ്ട്, ആ ടാറ്റോ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ബട്ട് അവിടെ ആ ടാറ്റോ ഇല്ല. ഇവൾക്ക് ടെൻഷനായി. നീ എന്താ ചെയ്യുന്നേ? ഒരു പെണ്ണിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നെനിക്കറിയില്ലേ എന്ന് ചോദിച്ചു. അത് ഇവിടെ ഒരു ടാറ്റോ ഉണ്ടായിരുന്നല്ലോ, ആ ടാറ്റോ എവിടെ എന്നവൻ ചോദിച്ചു. അയ്യോ, നിന്നെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യമാണ് വരുന്നത്, ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഹീറോ അവളെ ഹഗ് ചെയ്യുന്നു. ആ നേരത്ത് 2 കുട്ടികളും ഉള്ളിൽ വന്ന് ഹായ് ഡാഡി എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. അപ്പം ആ മിൻമിൻ കണ്ണു പൂട്ടടി എന്ന് പറയുന്നു. ഇല്ല, ഞാൻ എൻ്റെ അച്ഛനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് ഓടി വരുന്നു. അച്ഛൻ നോക്കിയിട്ട് നിങ്ങളെ കാണാൻ നല്ല ആളാണെന്ന് തോന്നുന്നു, ഇതാണ് ഞങ്ങളുടെ അമ്മ, നോക്കിക്കോ, ഒരുപാട് നാളായി സിംഗിളായാണ് നിൽക്കുന്നത്, നല്ല ആളാണ്, ഇവരുടെ അടുത്ത് വലിയൊരു വീടുണ്ട്, എൻ്റെ മമ്മി നല്ല മമ്മിയാണ്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറ, 2 ആളുടെയും കല്യാണം ഞാൻ നടത്തിത്തരാം. എനിക്ക് ഓക്കെയാണ് എന്ന് ഹീറോ പറഞ്ഞു വരുന്നു. അപ്പം ഹീറോയിൻ എന്തിനാ നീ ഇവരോടൊക്കെ സംസാരിക്കുന്നത്, പുറത്തു പോ എന്ന് പറയുന്നു. നിങ്ങൾ പോവാണോ എന്ന് പറഞ്ഞ് 2 പേരും ഹീറോയുടെ അടുത്തേക്ക് ഓടി വരുന്നു. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ അടുത്ത വീട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാം എന്ന് പറയുന്നു. ഹായ്, അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് കാണാലോ എന്ന് പറഞ്ഞ് ആ 2 കുട്ടികളും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ബട്ട് അതിനുശേഷം ഹീറോ എന്താ ചെയ്തതെന്നറിയോ? അവരുടെ അസിസ്റ്റൻ്റ് അടുത്ത് ആ പെൺകുട്ടിയുടെ മുടി എടുത്തു കൊടുക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ DNA ടെസ്റ്റ് എടുക്കാൻ. DNA ടെസ്റ്റ് എടുത്താൽ ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് മനസ്സിലാവുമല്ലോ, അതിനു വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്. ദെൻ നെക്സ്റ്റ് ഡേ ഹീറോയിൻ്റെ അച്ഛനില്ലേ, അവരെ മീറ്റ് ചെയ്താൽ വന്നിരിക്കുകയാണ്. അവരുടെ ഇടയിൽ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ മീറ്റ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു, കറക്റ്റ് ടൈമിലാണ് നിങ്ങൾ വന്നത്, എൻ്റെ മകൾ ഒരുപാട് കാലത്തിന് ശേഷം പഠനമൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അവർ വന്നതിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ഇന്ന് ഈ ഫംഗ്ഷൻ ഉണ്ട്, നിങ്ങളും വരണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ മകളെ ഇതിനു മുന്നേ ഞാൻ മീറ്റ് ചെയ്തു, അവരുടെ ഒറിജിനൽ പേര് ഉഹായി എന്നാണോ എന്ന് ഹീറോ ചോദിക്കുന്നു. അത് ഞാൻ പറയാം, അവൾ US പഠിക്കുമ്പോൾ അവൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതിൽ അവൾ പഴയ കാര്യങ്ങളെല്ലാം മറന്നു. എന്നാൽ എന്താണെന്നറിയില്ല, അതിനുശേഷം അവൾ ഭയങ്കര ഹാപ്പിയാണ്, അതുകൊണ്ട് പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാൻ ഞാൻ പോയിട്ടില്ല. ഇനി അവൾക്ക് പഴയതൊക്കെ ഓർമ്മ വന്ന് വലിയ പ്രശ്നമാവുമോ എന്ന് എനിക്കറിയില്ല. ഓഹോ, അങ്ങനെയാണോ? നിങ്ങൾ എൻ്റെ മകളെ മുന്നേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ, ഇപ്പോഴാണ് കണ്ടത്, ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അതോടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഫംഗ്ഷനും തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂട്ടി ആ അച്ഛൻ പറയാണ്, ഇങ്ങോട്ട് നോക്കിയേ, ഈ ഫംഗ്ഷൻ നടത്താൻ 2 റീസൺസ് ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ 2 അനൗൺസ്മെൻറ്റ് തരും എന്ന് പറഞ്ഞ് ഒന്നാമത്തെ അനൗൺസ്മെൻറ്റ് പറയുന്നു. എൻ്റെ മകൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതാണ്, സോ അവളുടെ പഠിപ്പ് കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പാർട്ടി തരുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ തന്നെ അറിയാം, എനിക്ക് വയസ്സായി വരികയാണ്, എൻ്റെ അടുത്തുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ എല്ലാവർക്കും വീതിക്കണം എന്നാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഞാൻ അതെല്ലാം മാറ്റി, എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ മകൾ ഊഹായിക്കുള്ളതാണ്. ഉടനെ ഹീറോയിൻ, എന്താ അച്ഛാ ഈ പറയുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കുക, നിനക്കൊന്നും അറിയില്ല. അച്ഛൻ്റെ അപ്പുറത്തെ സൈഡിൽ അയാളുടെ വേറെ മകളും അവളുടെ മകളും നിൽക്കുന്നുണ്ട്. അച്ഛാ, നിങ്ങളെന്താ ഈ പറയുന്നേ? എന്താ ഞങ്ങളോടൊന്ന് ഇൻഫോം ചെയ്യാഞ്ഞേ എന്ന് ചോദിക്കുന്നു. അവളുടെ പേരാണ് മിസിയാന. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ സ്വത്ത് ആർക്കൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീ വായ പൂട്ടി ഒന്നും മിണ്ടാതിരിക്കുക എന്ന് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നെ എന്തോ പോലെ ആയി, എന്താ ഇത് എല്ലാം എനിക്കോ എന്ന് വിചാരിക്കുന്നു. ആ മിസിയാന അവളുടെ അടുത്തേക്ക് വന്ന്, അച്ഛനെല്ലാം നിനക്ക് തന്നോ? നിനക്കത് ഞങ്ങൾക്ക് തരണമെന്ന് തോന്നുന്നില്ലേ? ഇങ്ങോട്ട് നോക്ക്, ഇതൊന്നും ഞാൻ തീരുമാനിച്ചതല്ല, ഇതെല്ലാം അച്ഛനെടുത്ത തീരുമാനങ്ങളാണ് എന്ന് പറയുന്നു. അപ്പോൾ അവൾ, എന്ത് അച്ഛനെടുത്ത തീരുമാനം? നിനക്ക് നിൻ്റെ ഹസ്ബൻഡ് ആരാന്ന് പോലും അറിയില്ല, അച്ഛനാരെന്നറിയാത്ത കുട്ടികളല്ലേ നീ വളർത്തുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ കുട്ടികളെക്കുറിച്ച് ഒന്നും അറിയാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഹീറോയിൻ ദേഷ്യപ്പെടുന്നു. ഓഹോ, ആ ലെവലിലെത്തിയോ? ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കും, നീ എന്താ ചെയ്യുക? എന്നെ അടിക്കോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരും അടിക്കില്ല, എന്നാൽ നിന്നെ അടിക്കടി എന്ന് പറഞ്ഞ് അവളൊരു അടി കൊടുക്കുന്നു. ഓഹോ, നീ എന്നെ അടിക്കാനൊക്കെ ആയോ എന്ന് പറഞ്ഞ് അവിടെയുള്ള എടുത്ത് ഹീറോയിൻ്റെ നേരെ ഓടിക്കാൻ നിന്നതും
നടുവിൽ ഹീറോ വന്ന് നിൽക്കുന്നു. ഹീറോയിനെ രക്ഷിക്കുന്നു. നിനക്ക് പബ്ലിക് പ്ലേസിൽ എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയില്ലേ? ഇത് എൻ്റെ ആളാണ് എന്ന് ഹീറോ പറയുന്നു. ഹീറോയെ കണ്ട ഉടനെ അവിടെയുള്ള എല്ലാവരും ഒന്ന് പേടിച്ചു. അപ്പം മിസിയാന അത് ഞാൻ അറിയാതെ ചെയ്താണ്, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നു. നീ വാ എന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഇത്രയും വർഷമായിട്ടും നീ ഇതുവരെ മാറിയിട്ടില്ല, അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് കൊണ്ടുപോകുന്നു. അപ്പം അവളും അത് സോറി എന്ന് പറയുന്നു. എന്ത് സോറി? നീ കുറച്ചൊന്ന് അടങ്ങി നിന്നൂടെ എന്ന് പറഞ്ഞു. ഞാനിതൊന്നും വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും പോവാൻ നിൽക്കുമ്പോൾ ആ അസിസ്റ്റൻ്റ് വന്നു. എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അവളോട് കുറച്ച് സംസാരിക്കാമെന്നാ വിചാരിച്ചതാ. എന്തിനാടാ ഇങ്ങനെ ചെയ്തേ? അയ്യോ സാർ, ഇപ്പം അതല്ല, അതിലും വലിയൊരു വിഷയമുണ്ട് എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. എന്താ റിപ്പോർട്ട് നോക്കിയപ്പോൾ ഇവൾക്കും ആ കുഞ്ഞിനും തമ്മിൽ ഒരു ബന്ധവുമില്ല, DNA മാച്ച് ആവുന്നേ ഇല്ല. ഇത് കണ്ട ഉടനെ ഹീറോയ്ക്ക് ഡിസപ്പോയിൻറ്റഡ് ആയി. അങ്ങനെ സങ്കടത്തോടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഹീറോയിനും തമ്മിലുള്ള വീഡിയോസ് ഇട്ട് കാണുന്നു. എന്തിനാടി എന്നെ വിട്ടുപോയത്? നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാളൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ നോക്കിയത്, എന്നെ എന്തിനാ വിട്ടുപോയത് എന്ന് പറഞ്ഞ് ഫീലാവുന്നു. അപ്പോൾ അവൻ്റെ മുന്നിൽ അവൾ വന്ന് നിൽക്കുന്നു. നീ വന്നോ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് കിസ് ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം ഇവൻ്റെ ഇമാജിനേഷനാണ്. ദെൻ നെക്സ്റ്റ് ഡേ ഹീറോയിൻ, കുട്ടീസ്, ഇന്ന് ഞാനൊരു പുതിയ ഓഫീസിലേക്കാണ് പോകുന്നത്, അമ്മയ്ക്ക് ഓൾ ദ ബെസ്റ്റ് പറ എന്ന് പറയുന്നു. ആ കുട്ടികളും ഓൾ ദ ബെസ്റ്റ് അമ്മ എന്ന് പറയുന്നു. അപ്പോൾ നോക്കുമ്പോൾ മുന്നിൽ ഹീറോ വന്ന് നിൽക്കുന്നു. അയ്യോ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വാച്ച്മാനെ പോലെ എൻ്റെ വീടിൻ്റെ മുന്നിൽ എപ്പോഴും നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. വല്ലാണ്ട് ഓവറായി സംസാരിക്കാതെ, നിൻ്റെ അടുത്ത വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് എന്ന് മറക്കരുതേ. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? നിന്നെ പോലീസിന് പിടിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. കുട്ടീസ്, ഉള്ളിലേക്ക് പോ എന്ന് പറഞ്ഞ് ഹീറോയിൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. ബട്ട് ഹീറോയിൻ പോയതിന് ശേഷം രണ്ട് കുട്ടികളും ഓടി വന്ന്, ഡാഡി നിങ്ങൾ വന്നോ? ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടേ. എന്താണെന്ന് ചോദിച്ച് ഹീറോ മുന്നിലേക്ക് വരുന്നു. അതാദ്യം നിങ്ങളുടെ കോൺടാക്ട് നമ്പർ താ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാം. ശരി എന്ന് പറഞ്ഞ് ഹീറോ ആ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കുന്നു. നോക്കുമ്പോൾ അതിലൊരു സ്മാർട്ട് വാച്ച് ഉണ്ട്. അപ്പോൾ ആ കുട്ടിപ്പെണ്ണ് പറയാണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് ഇതുവഴിയാണ് എന്ന് പറഞ്ഞു. താങ്ക് യു എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോയിൻ പുതിയ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ പ്ലേസിൽ എത്തുന്നു. വന്ന് നോക്കുമ്പോൾ അവിടെ ഹീറോ അവിടെ നിൽക്കുന്നുണ്ട്. ഭാബി, ഇവിടെയും വന്നോ? ഇവിടെയും വാച്ച്മാൻ ജോലിയാണോ നിനക്ക് എന്ന് പറയുന്നു. എന്ത് വാച്ച്മാനോ? ഈ കമ്പനിയിലെ ഓണറെ ഞാനാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ ഹീറോയുടെ ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടനെ ഹീറോയിൻ, ഇത് നിൻ്റെ കമ്പനിയാണോ? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വൈക്കേ വരില്ലായിരുന്നു, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു പോകുന്നു. പോ, നീ നല്ലോണം പേടിക്കുന്നുണ്ട്, നീ പോ എന്ന് ഹീറോ പറഞ്ഞു. ഞാൻ പേടിക്കുന്നുണ്ടെന്നോ? എന്തിന്? എനിക്കെന്ത് പേടി? നിനക്ക് പേടി തന്നെയാണ്, നീ നിമ്മാണ്. എന്നാൽ ആ കാര്യം നീ മനസ്സിലാക്കുന്നേ ഇല്ല, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നിന്ന ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാകും. ആ പേടിയാണോ നിനക്ക്? അതുകൊണ്ടാണ് നീ ഇപ്പോൾ പോകുന്നത് എന്ന് ഹീറോ പറഞ്ഞു. ഞാൻ പേടിക്കുന്നുണ്ടെന്നോ? ആക്ച്വലി നീയാണ് ഭയക്കുന്നത് എന്ന് ഹീറോയും പറഞ്ഞു. ഞാൻ ഭയക്കുന്നോ? എന്തിന്? അത് എന്നെ കാണാൻ നിൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ പോലെ ഇല്ലേ, അതുകൊണ്ടാണ് നീ എൻ്റെ പിന്നാലെ നിം എന്ന് പറഞ്ഞ് ചുറ്റി വരുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ജോലിക്ക് വന്നാൽ നിനക്ക് ഉറപ്പായും എന്നോട് ലവ് തോന്നും, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. അതൊന്നും അല്ല, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഒരു ജോലിയല്ലേ? അസിസ്റ്റൻറ്റ്, ഇവൾക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ കൊടുക്കേ എന്ന് പറഞ്ഞു. ഓക്കെ ബോസ് എന്ന് അസിസ്റ്റൻറ്റും പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ ഭയങ്കര ജോലിയായിട്ട് ഓക്കെ ഞാൻ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ഉള്ളിലേക്ക് പോകുന്നു. എന്നാൽ വെറുതെ അല്ല കേട്ടോ പോയത്. ഹീറോയുടെ ആ ഫോട്ടോ ഇല്ലേ, അത് നോക്കി ഒരു പോസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. ദെൻ രാത്രിയായി. ആ ഓഫീസിലുള്ള എല്ലാവരും ഒന്നിച്ച് പാർട്ടിക്ക് പോയി എൻജോയ് ചെയ്യാനേ. അപ്പോൾ ഹീറോയിനെ നോക്കി, നീ അല്ല ആ ന്യൂ മെമ്പർ, ഇവിടെ ഫ്രഷറായി വരുന്ന ആരായാലും ഒരു ടാസ്ക് ചെയ്യണം എന്നൊരുത്തൻ പറഞ്ഞു. ടാസ്കോ? എന്ത് ടാസ്ക് എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, ഇവിടെ വന്ന് ഡാൻസ് ചെയ്യ് എന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്നു. നേരത്തെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നു. അവൻ വന്നിട്ട് ഹീറോയിനെ നോക്കി സങ്കടത്തോടെ നിൽക്കുമ്പോൾ അവളുടെ കാല് തെറ്റി വീഴാൻ പോകുന്നു. ഹീറോ വന്ന് ക്യാച്ച് പിടിക്കുന്നു. എന്നാൽ ഹീറോയിൻ വീണത് ഹീറോയെ കിസ് ചെയ്യുന്ന പോലെയാണ്. അവൻ രണ്ടാളും ഫ്രീസായി നിൽക്കുന്നു, മാറിപ്പോകുന്നേ ഇല്ല. ഇത് അവിടെ നിൽക്കുന്ന എല്ലാവരും കണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നു. അപ്പം ഹീറോ, നീ അടങ്ങി നിൽക്കില്ലേ എന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഇപ്പം അവിടെ കൂടി നിന്ന എല്ലാവരും ഫോട്ടോസ് എടുത്തില്ലേ, അതൊരു ലേഡിക്ക് കിട്ടുന്നു. ഇതാണ് ആ ലേഡി. ഇവൾ ആരാണെന്ന് നോക്കിയാൽ ഇവളാണ് ഹീറോയുടെ കമ്പനിയുടെ ഡയറക്ടർ. ഇവൾ നമ്മുടെ ഹീറോയുടെ ചെറിയ പ്രായം തൊട്ടുള്ള ക്ലോസ് ഫ്രണ്ടാണ്. ഇപ്പോൾ ഇവൾ ഈ ഫോട്ടോസൊക്കെ കണ്ട് നോക്കുന്നു. അതിൽ ഹീറോയിനെ കണ്ട് ഷോക്കാവുന്നു. ഇത് നിമ്മല്ലേ?
ഇവളിപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 7 വർഷം മുന്നേ എന്താ നടന്നതെന്ന് കാണിക്കുന്നു. നമ്മുടെ ഹീറോയിനെയും കൂട്ടി കൊണ്ടുപോയി അവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്, ഇവളാണ് എൻ്റെ ഫിനാൻസി എന്ന് പറഞ്ഞ് ഹീറോയിനെ അവൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. അവൾക്ക് ചെറിയ പ്രായം തൊട്ടേ ഹീറോയുടെ അടുത്ത് ഒരു ചെറിയ ക്രഷ് ഉണ്ട്. ഇവൾ ഗുണ്ടകളെ അറേഞ്ച് ചെയ്ത് ഇനി ഇവൾ ജീവിച്ചിരിക്കാൻ പാടില്ല, ഇവളെ തീർത്തേക്ക് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം ഹീറോയിൻ മരിച്ചു പോയെന്നാണ് ഇവൾ ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഇവൾ എവിടുന്നാ വന്നത്, നമ്മുടെ ഓഫീസിൽ എങ്ങനെ എത്തി എന്നൊക്കെ പറഞ്ഞ് ഷോക്കായി നിൽക്കുകയാണ്. പിന്നെ ഇവൾ ആർക്കോ കോൾ ചെയ്ത് പറയാണ്, നീ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെയുണ്ട്. അതാരാണെന്ന് നോക്കിയാൽ നേരെ തായ്ലാൻഡിലേക്ക് പോകുന്നു. നമ്മുടെ ഹീറോയിൻ ഒരാളുടെ കൂടെ ജോലി ചെയ്തില്ലായിരുന്നോ, അവനെ കാണിക്കുന്നു. ഇവൻ്റെ പേരാണ് ഷുറ. നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഒരുപാട് കാലമായി ഒരു ക്രഷ് ഉണ്ട്. ഇപ്പോൾ ഹീറോയിൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ ഉടനെ ഇവൻ ചൈനയിലേക്ക് വണ്ടി കയറുന്നു. നെക്സ്റ്റ് ഡേ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിൻ വർക്കിന് പോവാൻ റെഡി ആവാണ്. അപ്പോൾ ആ 2 കുട്ടികളും വന്ന്, എന്താ അമ്മ നിങ്ങൾ മിസ്റ്റർ ഷിയെ കാണാത്ത പോലെ നിൽക്കുന്നത്, അവർക്ക് നിങ്ങളെ എത്രത്തോളം ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ആടാ നിങ്ങൾക്ക് അത് അറിയില്ല, എന്നെ കാണാൻ അവൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ പോലെയുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ പിറകെ നിം എന്ന് പറഞ്ഞു വരുന്നത്, അതല്ലാതെ അവൻക്ക് എന്നോട് ലവ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇല്ല അമ്മ, അങ്ങനെ ഒന്നല്ല, ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് സേഫായി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യമ്മ എന്ന് പറയുന്നു. ഇവർ സംസാരിക്കുന്നതൊക്കെ വേറൊരു സ്ഥലത്ത് ഹീറോ ഇതെല്ലാം ഫോണിൽ കേൾക്കുന്നുണ്ട്. അവൻ നല്ലവൻ തന്നെയാണ് എന്ന് ഹീറോയിൻ പറഞ്ഞു. അങ്ങനെ എന്നാ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നല്ലേ, അച്ഛനെ ഇഷ്ടമാണെന്നല്ലേ? അപ്പം ഹീറോയിനും അതെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അച്ഛാ നിങ്ങൾ കേട്ടോ, നിങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്ന് കുട്ടിപ്പെണ്ണ് പറഞ്ഞു. ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് ഹീറോയിൻ സന്തോഷിക്കുന്നു. അപ്പോൾ ഹീറോയിൻ, അടി നിങ്ങളെ ഞാൻ എന്ത് ചെയ്താലെന്നറിയോ, ശരി എനിക്ക് ടൈമായി, ഞാൻ ഓഫീസിലേക്ക് പോവാണ് എന്ന് ഹീറോയിൻ പറഞ്ഞു. വേണ്ട, ഇന്ന് വേണമെങ്കിൽ നീ ലീവ് എടുത്തോ എന്ന് ഹീറോ പറഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ പോവാണ് എന്ന് ഹീറോയിൻ പറഞ്ഞു. അയ്യോ അച്ഛാ, അമ്മ ഇങ്ങനെ തന്നെയാണ്, നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കില്ല, വരുമോ അമ്മയൊന്ന് പിക്കപ്പ് ചെയ്യോ എന്ന് പറയുന്നു. അയ്യോ എൻ്റെ കുട്ടികളെ ഒന്നും മിണ്ടാതിരിക്കോ എന്ന് പറഞ്ഞ് ഹീറോയിൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കേട്ട് ഹീറോ ഓഫീസിലിരുന്ന് ചിരിക്കുകയാണ്. ആ സമയത്ത് ആ ഡയറക്ടറിലെ അവൾ അങ്ങോട്ടേക്ക് വരുന്നു. എടാ നീ നാട്ടിൽ വന്നോ, എപ്പോഴോ വന്നേ എന്ന് ഹീറോ ചോദിക്കുന്നു. അത് ഇന്നലെ നൈറ്റ് എത്തി, ഇന്ന് ഈ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യേ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അവനും സൈൻ ചെയ്യുന്നു. ഞാൻ ഓഫീസിലൊരു പെണ്ണിനെ കണ്ടു, അവളെ കാണാൻ നിമ്മിനെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. സൈൻ കിട്ടിയില്ലേ, പോ എന്ന് അവൻ പറഞ്ഞു. എടാ പറ, പിന്നെ നിം വന്നോ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് നോക്ക്, അതൊന്നും നീ നോക്കണ്ട, നീ വന്ന കാര്യം കഴിഞ്ഞില്ലേ, ഇനി പൊയ്ക്കൂടെ എന്ന് ദേഷ്യത്തോടെ. ഇല്ല, നീ ആ പെണ്ണിന് വേണ്ടിയല്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ്, അത് ഞാൻ നോക്കിക്കോളാം, നീ ഇതിൽ തലയിടണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. വേറൊരു സ്ഥലത്ത് 2 കുട്ടികളില്ലേ, അവർ 2 പേരും അവരുടെ മുത്തശ്ശൻ്റെ അടുത്ത് ഹീറോയിനെ എപ്പോഴും വഴക്ക് കൂടാറില്ലേ, ആ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവരും എനിക്കറിയും, അവൻ അവളെക്കുറിച്ച് ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ 2 കുട്ടികളും, ബട്ട് എന്താ ചെയ്യും മുത്തശ്ശ, അവരെപ്പോഴും അടിയാണ്, സാരമില്ല, അങ്ങനെ അടി ഉണ്ടാക്കിയാലേ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുള്ളൂ എന്ന് പറഞ്ഞ് പോവാണ്. ബട്ട് ഈ നേരത്തെ ഹീറോയിൻ ഓഫീസിലേക്ക് പോവാന്ന് പറഞ്ഞ് കാർ പാർക്കിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഒരുത്തൻ നിൽക്കുന്നു. അപ്പോൾ ഹീറോയിൻ, നീ ആരാ എന്ന് ചോദിക്കുന്നു. നീയാണോ ഈ ഊഹായ് എന്ന് ചോദിക്കുന്നു. അതെ ഞാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണോ, എടാ വാ എന്ന് പറഞ്ഞ് ഒരുപാട് പേരെ വിളിക്കുന്നു. അപ്പോൾ ഹീറോയിനും നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ചെക്കൻ ഹീറോയിനെ അടിക്കാൻ വരുന്നു. അപ്പോൾ ഹീറോയിൻ തിരിച്ച് 2 എണ്ണം കൊടുത്തിട്ട്, പറയടാ നിങ്ങൾ ആരാ ഇങ്ങോട്ട് അയച്ചത്? അത് മിസിയാൻ ആണ് എന്ന് അവർ പറയുന്നു. ഇത് ഹീറോയിൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അവരെല്ലാവരും അടിച്ചൊടിക്കുന്നു. ഇത് ഹീറോ ദൂരെ നിന്ന് നോക്കുന്നു. വേഗം ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, അയ്യോ നിൻ്റെ കൂടെ ഇരിക്കുന്നതേ ഡേഞ്ചർ ആണല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ എന്ന് അവൾ ചോദിക്കുന്നു. മിനും ഫൈറ്റ് അറിയും, നീയും അതേപോലെയാണ് ഫൈറ്റ് ചെയ്തത്, അപ്പോൾ നിനക്കും അറിയും. അയ്യോ എന്താടാ, ഞാൻ നിമ്മൊന്നുമല്ല, ആക്ച്വലി എനിക്ക് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി കുറച്ച് ഫൈറ്റ് അറിയും, അത് വെച്ചാണ് ഞാൻ എസ്കേപ്പ് ആയത് എന്ന് പറയുന്നു. ഇല്ല, നീ നിമ്മാണ്, എന്നോട് കളവ് പറയത്, നീ കളവാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ക്ലോസപ്പിലിരിക്കുമ്പോൾ ഹീറോയുടെ അസിസ്റ്റൻറ്റും ആ 2 കുട്ടികളെയും ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ ആ പെണ്ണ്, നിങ്ങൾ ഡ്രാമയിൽ കാണുന്ന കപ്പിൾസിനെ പോലെ നന്നായി ഫൈറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അയ്യോ ഒന്നും മിണ്ടാതിരിക്കോ എന്ന് ഹീറോയും പറഞ്ഞു. ശരി അന്വേഷിച്ചോ, ഇവൾ ആരാ അടിക്കാൻ വന്നതെന്ന് അന്വേഷിച്ചോ എന്ന് ഹീറോ ചോദിക്കുന്നു. അപ്പോൾ അസിസ്റ്റൻ്റ്, അത് മിസിയാന എന്നൊരാളാണ്. അപ്പോൾ ഹീറോയിൻ, നീ എനിക്ക് വേണ്ടി ഇതൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. പിന്നെ അന്വേഷിക്കാൻ പറയണ്ടേ എന്ന് ഹീറോ പറഞ്ഞു. സത്യത്തിൽ അവളെ തല്ലാൻ ഗുണ്ടകളെ പറഞ്ഞയച്ചത് ആ ഡയറക്ടറിലെ അവളാണ്. ഹീറോയിൻ അവരെ ഓടിച്ചു എന്ന വിഷയം മനസ്സിലാക്കിയ ഉടനെ ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഡേ ഹീറോയിൻ ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഡയറക്ടറിലെ അവൾ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഇങ്ങോട്ട് നോക്ക്, നീയാണോ പുതിയതായി വന്ന ആളെ? അതെ ഞാനാണ്.
എന്തേ, എന്തു പറ്റി എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. ഒന്നുമില്ല, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പോ? എന്ത്? വേറൊന്നുമില്ല, നീ മിസ്റ്റർ ഷീൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണം. ഞാൻ മാറി നിൽക്കണമെന്നോ? അതെ, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് പറയാൻ നീ ആരാ? ഞാൻ ആരാന്ന് വെച്ചാൽ ഞാൻ ഷീയുടെ ഫിനാൻസിയാണ് എന്ന് പറഞ്ഞു. ഓഹോ, നീ അവൻ്റെ ഫിനാൻസിയാണോ? നിങ്ങൾക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഡയറക്റ്റായി മിസ്റ്റർ ഷിയോട് തന്നെ പറ, എന്നോട് പറയണ്ട എന്ന് ദേഷ്യത്തോടെ ഹീറോയിൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ഇത് കേട്ട് ഇവക്ക് വീണ്ടും ദേഷ്യമായി. ദെൻ ഈവനിങ് ആയി. നമ്മുടെ ഹീറോയിൻ 2 കുട്ടികളെയും ചേർത്ത് കാർ ഷോറൂമിലേക്ക് പോകുന്നു. എന്താന്നാ ഇവരുടെ അടുത്ത് കാറില്ല. പുതിയൊരു കാറ് വാങ്ങാൻ വേണ്ടിയാണ് പോയത്. അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെറിയ കാറാണ് അവർ നോക്കുന്നത്. ആ സമയത്ത് ധ്യാനും അവളുടെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നു. കാറ് വാങ്ങുന്നതിലൊന്നും പ്രശ്നമില്ല, അത് നിൻ്റെ ക്യാഷിന് വാങ്ങണം, അല്ലാതെ അച്ഛൻ്റെ സ്വത്ത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങൾ തെറ്റാണ് സംസാരിക്കുന്നത്. ഇത് എൻ്റെ ക്യാഷാണ്, അച്ഛൻ്റെ ക്യാഷല്ല. ഞാൻ സ്വന്തമായി അധ്വാനിച്ച ക്യാഷാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എന്താ ചെയ്യുക, നീ എത്ര സമ്പാദിച്ചാലും നിനക്ക് ചെറിയ കാർ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. നിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ നീ എൻ്റെ അമ്മയോട് ചോദിക്കേ, അമ്മ തരും എന്ന് പറയുന്നു. ഓ, നിങ്ങൾ തരുമോ? എന്നാൽ കാറിൻ്റെ ബില്ല് നിങ്ങൾ പേ ചെയ്തോളൂ. കുട്ടികളെ വാ, ഒന്ന് ആൻറ്റിക്ക് താങ്ക്സ് പറ എന്ന് പറഞ്ഞു. എന്താ ഓവറായി സംസാരിക്കുന്നേ എന്ന് പറഞ്ഞ് എഗെയിൻ ഹീറോയിൻ്റെ അടുത്ത് ആക്കാൻ നിൽക്കുകയാണേ. അപ്പോൾ ഹീറോ എവിടെ നിന്നോ വന്നു. എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവരോട് കാരണമില്ലാതെ വെറുതെ വഴക്കുണ്ടാക്കരുതെന്ന് എന്ന് ദേഷ്യത്തിൽ സംസാരിക്കുന്നു. നീ എങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്ന് ഹീറോയിൻ ചോദിച്ചു. മമ്മി, ഞാനില്ലേ, ഞാൻ ചെയ്ത പണിയാണ് എന്ന് ആ കുട്ടി പെണ്ണ് പറഞ്ഞു. ഇവിടെയുള്ള ആ 2 പേർക്ക് ഭയങ്കര ദേഷ്യമായി. നിങ്ങളുടെ മകൾക്ക് എങ്ങനെ പെരുമാറേണ്ടത് എന്ന് അറിയില്ല അവരുടെ അമ്മയോട് ചോദിക്കുന്നു. അത് പിന്നെ അവർ ചെറിയ പെണ്ണല്ലേ, അറിയാതെ പറഞ്ഞതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സൈലൻ്റായി അവിടെ നിന്നും പോകുന്നു. എന്തെന്നാ നമ്മുടെ ഹീറോ വലിയ ആളാണ്, അവനോട് കൊമ്പ് കാണിക്കാൻ നിന്നാൽ അവിടെ നിന്ന് അവർ അടി മേടിക്കാതെ പോവില്ല. അതുകൊണ്ടാണ്. ദെൻ ഇപ്പം അവർ ഒന്നായി വീട്ടിലേക്ക് വരുന്നു. അപ്പം ഹീറോയിൻക്ക് പുതിയൊരു ഡ്രസ്സ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ അസിസ്റ്റൻ്റ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇത് പറ, എനിക്ക് ഡ്രസ്സൊക്കെ തരാൻ എന്ന് ചോദിക്കുന്നു. അറിയില്ല മാഡം, ഇതിൽ മിസ്റ്റർ എക്സ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല, അതാരാണെന്ന് എനിക്കറിയില്ല, ഈ ഡ്രസ്സ് എനിക്ക് വേണ്ട എന്ന് ഹീറോയിൻ പറഞ്ഞു. അത് നല്ലതാണ്, നമുക്കറിയാത്തവരുടെ ഡ്രസ്സൊന്നും നമ്മൾ വാങ്ങാൻ പാടില്ല എന്ന് ഹീറോ പറയുന്നു. അപ്പോൾ ആ കുട്ടി പയ്യൻ ഇല്ല, നമുക്ക് അബ്രോഡിലേക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരാരെങ്കിലും അയച്ചതാവും എന്ന് പറഞ്ഞു. ദേഷ്യം വന്നു. അപ്പോൾ ആ കുട്ടി പെണ്ണ്, കണ്ടോ അച്ഛാ, നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യം കേറ്റുന്നു. അപ്പോൾ ഹീറോയിൻ, ഇതാരാ എനിക്ക് ഗിഫ്റ്റ് അയച്ചത് എന്ന് വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ ആ കുട്ടി പയ്യൻ വന്ന്, അമ്മ, അത് ഞാനാണ് അയച്ചത്. എന്ത്, നീയോ? നിൻ്റെ കയ്യിൽ എവിടെ നിന്ന് ഇത്രയും പണം? ഞാൻ സേവിങ്സ് ആയിട്ട് കുറച്ച് മാറ്റി വെച്ചില്ലായിരുന്നോ, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. വാങ്ങമ്മ, അവരുടെ റിയാക്ഷൻ എന്താന്ന് കാണാം എന്ന് പറയുന്നു. ഓക്കെ, ഒരു സെക്കൻഡ്, ആ ഡ്രസ്സ് എന്താ എന്ന് ഹീറോയിൻ പറഞ്ഞു. ഒരു സെക്കൻഡ്, ഇപ്പം എന്തിനാ ആ ഡ്രസ്സ് വാങ്ങുന്നത്? തന്നത് ആരാന്നറിയാതെ എന്തിനാ വാങ്ങുന്നത് എന്ന് ഹീറോ ചോദിച്ചു. അത് തന്നത് ആര് വേണേലും ആയിക്കോട്ടെ, എന്നാൽ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അത് അയച്ചത്, അതുകൊണ്ട് ഞാനിത് റിജക്റ്റ് ചെയ്യില്ല, ഞാനിത് വാങ്ങും എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ആ കുട്ടികൾ, അമ്മ നോക്കിയേ, അച്ഛനക്ക് സങ്കടമായത് നോക്കിയേ. അവരെന്തിനാ സങ്കടപ്പെടുന്നത്? ഒന്നിനും സങ്കടപ്പെടും, അവനക്ക് നിങ്ങളെപ്പോലെ 2 കുട്ടികളില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ഭയങ്കര ടെൻഷനായി ഓഫീസിലേക്ക് വന്ന് ആരോ ഒരാൾ ഒരു ഡ്രസ്സ് അയച്ചിരിക്കുന്നു, അത് ഇവളാണെങ്കിൽ അക്സെപ്റ്റും ചെയ്തു, വേറെ പണിയില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നു. നീ പിന്നെ ആ പെണ്ണിനെ കണ്ടോ? ഞാൻ അറിഞ്ഞല്ലോ. അമ്മ, ഏത് പെണ്ണമ്മ? ഏത് പെണ്ണെന്നോ? നിമ്മളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടു. നീ എൻ്റെ ഒരേ ഒരു മകനല്ലേ, നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കും, ഒരുപാട് പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും. എന്നാൽ നീ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചേ പോട്ടെ, അവൾ നിൻ്റെ കൂടെ നിന്നോ? 7 വർഷം മുന്നേ നിന്നെ ഇട്ടെറിഞ്ഞിട്ട് പോയില്ലേ? ഇപ്പോൾ ഏതോ 2 കുട്ടി വന്നിരിക്കുന്നു. എനിക്ക് പേടിയാവുന്നടാ. ഏതോ 2 കുട്ടികൾക്ക് നീ എന്നെ മുത്തശ്ശിയാക്കുമെന്നേ, എനിക്ക് ഭയങ്കര പേടിയുണ്ടടാ. ഇങ്ങോട്ട് നോക്കടാ, ഞാൻ പറയുന്നത് കേക്ക്. നിനക്ക് വേണ്ടി ഞാൻ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ദയവായി അവളെ ഒന്ന് പോയി കാണടാ പ്ലീസ് എന്ന് പറയുന്നു. ഒന്ന് പോ അമ്മ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ കുട്ടികളുടെ കോൾ വരുന്നു. എന്താണെന്ന് നോക്കിയപ്പോൾ, അയ്യോ അച്ഛാ, അമ്മ നിങ്ങളെ വിട്ട് വേറെ ബ്രോക്കറിന് കണ്ടുപിടിച്ച് പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അച്ഛാ, ഉടനെ വാ എന്ന് കുട്ടികൾ പറയുന്നു. ഉടനെ ഹീറോ അമ്മയോട്, ഓക്കെ അമ്മ, ഞാൻ നിങ്ങൾ പറഞ്ഞ പെണ്ണിനെ കാണാൻ പോവാം എന്ന് പറയുന്നു. അമ്മ ഷോക്കാവുന്നു. എന്ത്, സമ്മതിച്ചോ? ശരി പോവാം എന്ന് പറഞ്ഞ് ഹീറോയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. ആ പെണ്ണ് കാണാൻ നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും ഒരേ ഹോട്ടലിലാണ് നടക്കുന്നത്. എന്നാൽ വേറെ ആൾക്കാരുടെ കൂടെയാണ്. നമ്മുടെ ഹീറോയുടെ അമ്മ സൂപ്പറായി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. അപ്പം അവരെ കണ്ടിട്ട് ആ 2 കുട്ടികളും, എന്ത് ഭംഗിയാണ് ഈ പെണ്ണിനെ കാണാൻ എന്ന് പറയുന്നു. എടാ കുട്ടികളെ, ഞാൻ പെണ്ണല്ല, എനിക്ക് നിങ്ങളുടെ മുത്തശ്ശിയാവാനുള്ള പ്രായമുണ്ട്.
ഓ, എന്നാൽ നിങ്ങൾ ഭയങ്കര സുന്ദരിയായ മുത്തശ്ശിയാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആ അതെ അതെ, ഞാൻ സുന്ദരിയാണ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ വാച്ച് ചെയ്യുന്നു. നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇരിക്കുന്നുണ്ട്. എന്നാൽ 2 ടേബിൾ കഴിഞ്ഞാണ് ഹീറോയിൻ ഇരിക്കുന്നത്. അവരെന്തോ വ്യത്യാസമുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. ഹീറോ അവളെ നോക്കിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ ഹീറോ കാണാൻ വേണ്ടി എൻ്റെ ലിപ്സ്റ്റിക്ക് പോയി, നിങ്ങളൊന്ന് ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ചെക്കൻ ഇട്ട് കൊടുക്കുന്നു. ഇത് കണ്ട് ഹീറോക്ക് ദേഷ്യം വരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ മുന്നിലുള്ള പെണ്ണും എൻ്റെ ലിപ്സ്റ്റിക്കും പോയിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നു. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ നോക്കി ദേഷ്യത്തിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് അത് ഇത് കോലമായി എന്ന് നിങ്ങൾ തന്നെ നോക്ക്. ഇതെല്ലാം നടക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ അമ്മക്ക് ഭയങ്കര വയറുവേദന തുടങ്ങുന്നു. സോ അവർ വേഗം ബാത്റൂമിലേക്ക് പോകുന്നു. ഈ നേരത്തെ ആ 2 കുട്ടികളില്ലേ, അവർ ഓടി വന്നിട്ട് അച്ഛാ ഇവിടെ എന്താ ചെയ്യുന്ന അച്ഛാ എന്ന് ചോദിക്കുന്നു. എന്ത് അച്ഛനോ? ഇത് 2 നിങ്ങളുടെ കുട്ടികളാണോ എന്ന് ചോദിക്കുന്നു. അതെ, എൻ്റെ കുട്ടികളാണ് എന്ന് ഹീറോ പറഞ്ഞു. അച്ഛാ നിങ്ങൾക്ക് വേണ്ടി അമ്മ വെയിറ്റ് ചെയ്യാണ്. ഇത് കേട്ടതും ആ പെണ്ണിന് ദേഷ്യമായി. എന്ത് അച്ഛനമ്മ എന്നൊക്കെ പറയുന്നത്, എന്നെ ചതിക്കുകയാണോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. നമ്മുടെ ഹീറോ നേരെ ഹീറോയിൻ്റെ ടേബിളിലേക്ക് പോയി മതി സംസാരിച്ചത്, വാ പോകാം എന്ന് പറഞ്ഞ് പകുതിയായപ്പോൾ തന്നെ പിടിച്ചിട്ട് വരുന്നു. അതോടെ എല്ലാവരും കൂടി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോരുന്നു. അപ്പോൾ ഹീറോയിൻ മക്കളെ നിങ്ങൾ ഉള്ളിലേക്ക് പോ, ഇവരുടെ അടുത്ത് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഹായ്, എന്താ കോല നോക്കിയ ആ മുടിയുടെ കളർ, അയ്യേ എന്ന് പറഞ്ഞ് ചീത്ത പറയാണ്. ശരി ശരി, കുറച്ച് ഓവറായി പോയി, ഞാൻ കളിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്, സോറി എന്ന് പറഞ്ഞു. ശരി ശരി എന്ന് ഹീറോ പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ഫിയാൻസി ഉണ്ടല്ലോ, എന്നിട്ട് എന്തിനാ പെണ്ണ് കാണാൻ പോയത് എന്ന് ഹീറോയിൻ ചോദിച്ചു. എന്ത് ഫിയാൻസിയോ? എനിക്കോ? എനിക്കെന്ത് ഫിയാൻസി എന്ന് ഹീറോ പറഞ്ഞു. ചുമ്മാ കളിപ്പിക്കാതെ, നിന്റെ കമ്പനിയിൽ ഒരുത്തിയില്ലേ ഡയറക്ടർ എന്ന് പറഞ്ഞു. എന്ത്? അവളോ? അവളെൻ്റെ ഫ്രണ്ട് മാത്രമാണ്, ഫിയാൻസി ഒന്നുമല്ല, നീ തെറ്റായാണ് മനസ്സിലാക്കിയത്. അപ്പം ഹീറോയിൻ അതെ അങ്ങനെ വിചാരിക്കാം. എന്നാൽ ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്നറിയോ? നൈറ്റ് എനിക്കൊരു ക്ലയൻറ്റുമായി മീറ്റിംഗ് ഉണ്ട്, 2 മക്കളെയും നിങ്ങൾ നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്ത് നൈറ്റ് മീറ്റിങ്ങോ? ഇല്ല, അതിനൊന്നും നീ പോണ്ട, ഞാൻ വേണമെങ്കിൽ അത് ക്യാൻസലാക്കാം. ഇല്ലല്ല, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? വേണ്ട, ഞാൻ പോയിട്ട് വരാം, എൻ്റെ മക്കളെ മാത്രം നോക്കിയാൽ മതി, അത് മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു. ഇവനും ഓക്കെ എന്ന് പറയുന്നു. ദെൻ നൈറ്റായി ഹീറോയിൻ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണേ. അവളുടെ കൂടെ ആ ഫിയാൻസി എന്ന് പറഞ്ഞില്ലേ ഡയറക്ടർ, അവരും കൂടിയുണ്ട്. അവർ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇവിടെ ഹീറോ പാവം ആ 2 കുട്ടികളെ നോക്കാൻ പെടാപ്പാട് പെടുകയാണ്. ഒരുപാട് നേരമായി, എന്താ ഇത്രയും ലേറ്റ് ആയത്? ഇപ്പോഴും ആളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിന് കോൾ ചെയ്യുന്നു. ഫോൺ എടുക്കുന്നില്ല. മെസ്സേജ് അയച്ചു നോക്കുന്നു, മെസ്സേജ് നോക്കുന്നില്ല. എന്താ ഇവക്ക് പറ്റിയത്? സംതിങ് റോങ് എന്ന് പറഞ്ഞ് വേഗം അസിസ്റ്റന്റിനെ കോൾ ചെയ്യുന്നു. എടാ വാടാ, ഇവിടെ വന്ന് കുട്ടികളെ നോക്കടാ എന്ന് പറയുന്നു. ബോസ് ഞാനോ എന്ന് ചോദിക്കുന്നു. എടാ വാടാ, വന്ന് കുട്ടികളെ നോക്കടാ എന്ന് പറഞ്ഞ് ഹീറോ പോകുന്നു. ആൻഡ് ഇവിടെ എന്താ നടക്കും? നമ്മുടെ ഹീറോയിൻ കുടിച്ച ജ്യൂസിൽ എന്തോ കലർത്തിയിരിക്കുന്നു. ഹീറോയിൻ കുടിക്കുമ്പോഴേ എന്തോ മിസ്റ്റേക്ക് തോന്നി. എന്താടാ ഈ ഡിഫറെൻറ്റ് ടേസ്റ്റ്, തല ചുറ്റുന്ന പോലെ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേക്കുന്നു. അപ്പോൾ അയാൾ ഹീറോയിനെ കൈ പിടിച്ചു വിടുന്നില്ല. ബട്ട് ഹീറോയിൻ ഡേ വിടടാ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. എന്താണെന്നറിയില്ല, വല്ലാണ്ട് തല ചുറ്റുന്നു. ആടിയാണ് പോകുന്നത്. ആ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പം ഹീറോയിൻ ആടി പോകുന്നത് കണ്ട് പെട്ടെന്ന് പോയി പിടിക്കുന്നു. പിടിച്ചിട്ട് എന്താ നിനക്കെന്താ ഭ്രാന്താണോ? ഈ പ്ലേസിലേക്ക് എങ്കിലും ഒറ്റയ്ക്ക് വരുമോ? ഹേയ് ഷീ, എനിക്ക് നിന്നെ അറിയാം എന്ന് പറയുന്നു. നീ ഇപ്പോൾ എന്താ പറഞ്ഞത്? നിനക്കെല്ലാം ഓർമ്മ വന്നോ എന്ന് ചോദിച്ചു. അവൾ പോയി അവനെ കിസ് ചെയ്യുന്നു. ഓക്കെ, ഇവക്ക് എല്ലാം ഓർമ്മ വന്ന പോലെ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. ദെൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ആയി. ഹീറോ ഉറക്കം നിന്ന് എണീക്കുകയാണ്. നോക്കുമ്പോൾ ഹീറോയിനെ കാണുന്നില്ല. അപ്പോൾ ഹീറോയിൻ ഉള്ളിൽ നിന്ന് വരുന്നു. ഇന്നലെ നൈറ്റ് നടന്നതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അതെ നടന്നു, അതിനിപ്പോൾ എന്താ എന്ന് ഹീറോയിൻ പറഞ്ഞു. എന്താ ഇത്ര സിമ്പിളായിട്ട് ചോദിക്കുന്നേ? പിന്നെ ഇന്ന് മുതൽ കുറച്ച് മെച്ചോർഡായി നടക്കണം. എനിക്ക് നീ ഹെൽപ്പ് ചെയ്തു, അതിന് പകരം ഞാൻ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരട്ടെ എന്ന് അവൾ ചോദിച്ചു. ഞാനെന്തെങ്കിലും ക്യാഷ് അറേഞ്ച് ചെയ്ത് തരണോ എന്ന് ചോദിച്ചു. നിനക്ക് എന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? എന്താണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ആ 2 കുട്ടികൾ വന്ന് അമ്മ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞു. അയ്യോ ക്ഷമിക്കണം, ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നമായാലും കുഴപ്പമില്ല, ഞങ്ങളോട് പറ. അത് ഇന്നലെ ഞാൻ അറിയാതെ കള്ളു കുടിച്ച് മിസ്റ്റർ ഷിയുടെ കൂടെയാണ് നിന്നത് എന്ന് പറഞ്ഞു. ഓ, നിങ്ങൾ അച്ഛൻ്റെ കൂടെ ആയിരുന്നോ? ശരി, നിങ്ങൾക്കും അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയല്ലോ. അത് അവർ നല്ല ആളാണ് എന്ന് പറഞ്ഞ് ഹീറോയിൻ ചിരിക്കുന്നു. വേറൊരു സ്ഥലത്തെ ഹീറോ അയ്യോ ഇവൾ ഇങ്ങനെയാണോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അസിസ്റ്റൻ്റ് കയറി വരുന്നു. എവിടെ അവൾ ഓഫീസിലേക്ക് വന്നോ എന്ന് ചോദിക്കുന്നു. ആര്? നിങ്ങളുടെ ലവറോ? വന്നിട്ടുണ്ട്, വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നു. വേണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ടെൻഷനായി അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഹീറോയിൻ
കോഫി കൊടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആ ഡയറക്ടറുണ്ട്. നിനക്കെന്താ ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഇപ്പോൾ മിസ്റ്റർ ഷിയുടെ കൂടെ ചുറ്റി നടക്കുന്നത് എന്ന് പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് നിനക്കറിയില്ലേ? കുടിക്കുന്ന ജ്യൂസിൽ ഡ്രഗ് കലർത്തിയിരിക്കുന്നു. ആ കലർത്തി, അതിനിപ്പോൾ എന്താ? നീ എന്താ ചെയ്യുക? എന്നെക്കൊണ്ട് ഒന്നും പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഇത് എൻ്റെ സ്ഥലമാണ്. എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെന്നോ? നിൻ്റെ സ്ഥലമാണെന്നോ എന്ന് പറഞ്ഞ് ഹീറോയിൻ വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു. ഏയ് നീ എന്താ ചെയ്തത് എന്ന് പറഞ്ഞ് ഹീറോയിനെ അടിക്കാൻ വരുന്നു. അപ്പോൾ ഹീറോയിൻ കൈ തടുക്കുന്നു. അപ്പോൾ നേരെ ഹീറോ അടുത്തേക്ക് വരുന്നു. ഏയ് നിർത്ത്, ക്ഷമ ചോദിക്കേ. അപ്പോൾ ഹീറോയിൻ ഞാനൊന്നും ക്ഷമ ചോദിക്കില്ല. അപ്പോൾ ഹീറോ, നിന്നോടല്ല പറഞ്ഞത്, ഇങ്ങോട്ട് നോക്ക്, നീ ക്ഷമ ചോദിക്കേ എന്ന് ഡയറക്ടറോട് പറഞ്ഞു. എന്ത് ഞാനോ? ഞാനെന്തിനു ചോദിക്കണം? എന്തിനു ചോദിക്കണമെന്നോ? നീയല്ലേ അവളുടെ ജ്യൂസിൽ ഡ്രഗ് കലർത്തിയത്, അപ്പം നീ തന്നെ ക്ഷമിച്ചു. എന്നെക്കൊണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ക്ഷമ ചോദിക്കേ എന്ന് പറഞ്ഞു. എന്നോട് ക്ഷമിക്കേ എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യത്തോടെ പോവാൻ നിൽക്കുമ്പോൾ ഹീറോ വിട്ടില്ല. ഹീറോ വന്നിട്ട് ഇങ്ങോട്ട് നോക്ക്, നീ എന്താ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്? നീ എൻ്റെ ഫിയാൻസി ആണെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയൊന്നും നമ്മുടെ ഇടയിലില്ല, ഒരു കാര്യവുമില്ലാതെ ഓരോന്ന് പറഞ്ഞ് പരത്തരുത് എന്ന് പറഞ്ഞ് ഹീറോ വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി ഹീറോയിൻ കുട്ടികളെല്ലാം കൂട്ടി കളിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ ഒരു ബൊമ്മയെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് വരുന്നു. അന്ന് കുട്ടികൾക്ക് നിറയെ ടോയ്സും ചോക്ലേറ്റ്സും ഒക്കെ കൊടുക്കുന്നു. നമ്മുടെ ഹീറോയിൻ അവനെ സംശയത്തോടെ നോക്കുന്നു. അതാരാന്നറിയോ? നമ്മുടെ ഹീറോയിൻ 7 വർഷം മുന്നേ ഒരാളുടെ കൂടെ ജോലി ചെയ്തില്ലായിരുന്നോ? അവൻ ഹീറോയിനെ നോക്കുന്നു. നമ്മുടെ ഹീറോയിൻ എന്തോ തെറ്റായി ഫീൽ ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് ഒന്നും മേടിക്കരുത്, വാ എന്ന് പറഞ്ഞ് കുട്ടികളും കൂട്ടി അവിടെ നിന്നും പോകുന്നു. ഉടനെ ഇവൻ അവളെയും നോക്കിയിട്ട് ശരിക്കും ഇവൾക്കെല്ലാം മറന്നുപോയോ എന്ന് പറഞ്ഞ് ഹീറോയിനെ നോക്കി നിൽക്കുന്നു. ഹീറോയിൻ കുട്ടികളെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഹീറോ നിൽക്കുന്നുണ്ട്. എടാ, നീ വീട്ടിലേക്കൊന്നും പോവാറില്ലേ? എൻ്റെ വീട്ടിൽ തന്നെയാണോ എന്ന് ചോദിച്ചു. ഞാൻ നിൻ്റെ അടുത്ത വീട്ടിൽ തന്നെയല്ലേ, എന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ആ ശരി, പിന്നെ നീ എന്നെ അന്ന് രക്ഷിച്ചതിന് താങ്ക്സ്, പിന്നെ അന്ന് ഓഫീസിൽ നടന്നില്ലേ അതിനും താങ്ക്സ്. അപ്പോൾ ഹീറോ പറഞ്ഞു, ഓ നിനക്ക് താങ്ക്സ് ഒക്കെ പറയാൻ അറിയോ എന്ന് ചോദിച്ചു. ആക്ച്വലി എനിക്ക് നിന്നെ കണ്ടപ്പോൾ മുതൽ ഇഷ്ടമല്ല, അതുമല്ല നീ എന്നെ നിം എന്ന് പറഞ്ഞ് വിളിച്ചില്ലേ, വേറെ എന്തോ പേര് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എന്നാൽ ഞാനൊരു സത്യം പറയാം, നിനക്ക് കുട്ടികളുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു അച്ഛനാവാൻ പറ്റും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ എന്ന് പറഞ്ഞ് ഹീറോയിനും ചിരിക്കുകയാണ്. വേറൊരു സ്ഥലത്ത് ആ ഡയറക്ടർ തായ്ലാൻഡിൽ നിന്ന് വന്ന് ആ ആളെ മീറ്റ് ചെയ്ത് ഇങ്ങോട്ട് നോക്ക്, നീ ഇത്രയും നാൾ നിമ്മിനെ എത്രത്തോളം മിസ് ചെയ്തെന്ന് എനിക്കറിയാം, ബട്ട് നീ മറക്കരുത് അവൾ നിനക്ക് തന്ന പ്രൊജക്റ്റ് അത് കറക്റ്റായ പ്രൊജക്റ്റ് അല്ല. ഹീറോയിൻ 7 വർഷം ഹീറോയുടെ അടുത്ത് നിന്നും ഒരു പ്രൊജക്റ്റ് കട്ടെടുത്ത് ഇയാൾക്ക് കൊടുത്തില്ലായിരുന്നോ? അത് ഫേക്കായ പ്രൊജക്റ്റാണ്. ബട്ട് അതിന് ശേഷം ഈ ഡയറക്ടർ വന്ന് കറക്റ്റായത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ട് എനിക്ക് ഷീയെ വേണം, അതിനുവേണ്ടി നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഇതേ സമയം നിനക്ക് ആ കമ്പനിയും നിമ്മിനെയും വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിമ്മി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു, അപ്പോൾ നീ നിൻ്റെ പണി തുടങ്ങിക്കോ എന്ന് പറയുന്നു. ഇവൾക്ക് നമ്മുടെ ഹീറോയിനും ഒന്നാവുന്നത് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ടാണിത്. വേറൊരു സ്ഥലത്ത് ഹീറോയിനും കൂടി കള്ളു കുടിക്കുകയാണ്. ഹീറോയിൻ ഭയങ്കരമായിട്ട് കുടിക്കുന്നു. എന്തിനാ നീ ഇത്രയും കുടിക്കുന്നത്, ഒന്ന് നിർത്തേ എന്ന് ഹീറോ പറയുന്നു. അത് ഞാൻ നിർത്തില്ല എന്ന് പറഞ്ഞ് ടക്കെന്ന് വന്ന് കിസ് ചെയ്യുന്നു. അവനും കിസ് ചെയ്യുന്നു. ഇത് കുട്ടികൾ പുറകിൽ നിന്ന് കണ്ട് ആയി അമ്മയും അച്ഛനും ഒന്നായി എന്ന് പറഞ്ഞ് ക്ലാപ്പ് ചെയ്യുന്നു. എന്നിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്നും ഓടുന്നു. ആക്ച്വലി ഇവർ രണ്ടുപേരും ഒന്നായി. നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് പക്ഷെ താങ്ങാനേ കഴിയുന്നില്ല. അവൻ വീട്ടിലേക്ക് പോയിട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഹീറോയും വന്ന് ഇവിടെ നീ മാത്രമേ ഉള്ളൂ, നീ ലോകത്ത് നീ മാത്രമേ ഉള്ളതുപോലെ എന്തിനാടാ ഇത്രയും സൗണ്ട് വായിച്ച് പാട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ച് അവിടെ നിന്നും പോവുകയാണ്. ഹീറോയിൻ എന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞ് പുറത്ത് നടന്നു വരുമ്പോൾ ആ സ്ഥലത്തേക്ക് മിസ് ചെയ്യാനില്ലേ അവൾ വരുന്നു. വേറെ 2 പേരും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. ഹീറോയിൻ അത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. വേറൊരു സ്ഥലത്ത് ഹീറോ, അയ്യോ ഇവൾ ഒരുപാട് നേരമായല്ലോ, ഈ നേരത്തെ ഇവളെ എങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞ് ഹീറോയിനെ തേടി നടക്കുകയാണ്. ഇവിടെ നീ എൻ്റെ മുന്നിൽ വാലാട്ടാൻ തുടങ്ങിയോ? എടാ ഇവൾക്ക് നല്ലൊരു പാഠം പറഞ്ഞു കൊടുക്കടാ എന്ന് പറയുന്നു. ഓ എനിക്കാണോ എന്ന് പറഞ്ഞ് 2 പേരെയും അടിച്ചോടിക്കുന്നു. എന്നിട്ട് ഇവളുടെ മുടി പിടിച്ച് വലിച്ചിടാൻ നോക്കിയപ്പോൾ മുടി അതാ കയ്യിൽ പോകുന്നു. നോക്കുമ്പോഴോ അത് വിഗാണ്. എടി ഇത് വിഗായിരുന്നോ? ഞാൻ ഒറിജിനലാണെന്നാണ് വിചാരിച്ചത്, പോടി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഹീറോ ഓടി വന്നിട്ട്, നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയില്ലേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിമ്മെന്നോ? ഞാൻ ഇപ്പോഴും നിമ്മാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഓ ഒന്ന് നിർത്തോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് വെള്ളം പേടിയല്ലേ? നിമ്മിനും വെള്ളം പേടിയാണ്, നിങ്ങൾ 2 പേരും ഒന്നാണ്, നീ എന്താ ആ കാര്യം സമ്മതിച്ചത് എന്നവൻ ചോദിച്ചു. ഞാൻ പറയുന്നത് നീ എന്താ വിശ്വസിക്കാത്തത്? എൻ്റെ കൂടെ നടക്കുന്നത് ഞാൻ ഇപ്പോഴും നിമ്മാണെന്ന് വിചാരിച്ചാണല്ലേ? നിൻ്റെ കൂടെ നിൽക്കാൻ ഞാനില്ല. എന്തൊക്കെയാണ് നീ പറയുന്നത്? നീ നിമ്മാണ്, നിനക്കത് അറിയില്ല. മതി നിർത്ത്, എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. ഇതിലും വലുതായി എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവിടെ നിന്നും പോകുന്നു. നമ്മുടെ ഹീറോയ്ക്ക് എന്തോ പോലെയായി. ബട്ട് ഇതെല്ലാം നമ്മുടെ ഡയറക്ടർ കേൾക്കുന്നുണ്ട്.
അപ്പോൾ ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇനി ഇവൾ ശരിക്കും നിമ്മല്ലേ എന്ന് പറഞ്ഞ് വല്ലാണ്ട് ഫീലാവുന്നു. നെക്സ്റ്റ് ഡേ ആയി ഹീറോ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണേ. അപ്പോൾ അസിസ്റ്റൻ്റ് പറഞ്ഞു, ബോസ് ഇതിനു വേണ്ടിയൊക്കെ ആരെങ്കിലും ഇവിടെ നിന്ന് പോവോ, ഇതൊരു ചെറിയ പ്രശ്നമില്ലേ, ഇതിലെന്താ ഉള്ളത്? ഇല്ല, എനിക്ക് സ്റ്റാർട്ടിങ് മുതലേ എന്തോ പ്രശ്നമുള്ളതുപോലെ. ഇതിപ്പോൾ ശരിക്കും നിമ്മല്ലേ, ഇതിനെല്ലാം ആൻസർ വേണമെങ്കിൽ ഞാൻ തായ്ലാൻഡിലേക്ക് പോകണം. എന്തെന്നാൽ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്, എനിക്ക് അവിടെ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് പോകുന്നു. ഈ അസിസ്റ്റൻറ്റും പോകുന്നു. ബട്ട് ഇവൻ ഹീറോയിൻ്റെ അടുത്ത് പറയാതെയാണ് പോകുന്നത്. ദെൻ നെക്സ്റ്റ് ആയി സംസാരിക്കാൻ വേണ്ടി ഹീറോയിൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഹീറോയിൻ ആകെ ഇവൻ എൻ്റെ അടുത്തൊരു ബായ് പോലും പറയാതെ പോയത് എന്ന് പറഞ്ഞ് ഫീലായിട്ട് പോകുന്നു. ദെൻ നെക്സ്റ്റ് ആയി നമ്മുടെ ഹീറോയിൻ ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ആ സമയത്ത്